അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപം രണ്ട് സൈനികർക്ക് നേരെ വെടിയുതിർത്തയാൾ അഫ്ഗാനിസ്ഥാനിൽ യുഎസ് സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ചയാളാണെന്ന് യുഎസ് ഇന്റലിജൻസ് ഏജൻസി CIA. വെടിയേറ്റ നാഷണൽ ഗാർഡ് അംഗം സാറ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ചികിത്സയിൽ കഴിയുന്ന ആൻഡ്രൂ വുൾഫ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പോരാടുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. സൈനികർക്ക് നേരെ വെടിവെച്ച റഹ്മാനുള്ള ലഖൻവാൾ അഫ്ഗാൻ യുദ്ധകാലത്ത് യുഎസ് സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് യുഎസ് ഇന്റലിജൻസ് ഏജൻസിയായ CIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഹ്മാനുള്ളയുടെ യുഎസ് സൈനിക ബന്ധം CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫാണ് സ്ഥിരീകരിച്ചത്. റഹ്മാനുള്ള യുഎസ് സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരായ പോരാട്ടത്തിൽ യുഎസ് സൈന്യത്തെ സഹായിച്ച സ്വദേശികൾക്ക് ബൈഡൻ ഭരണകൂടം നന്ദി സൂചകമായി കുടിയേറ്റ അവസരം നൽകിയിരുന്നു. ഈ പദ്ധതിയിലൂടെ 2021 അദ്ദേഹം യുഎസിലെത്തിയത്. താലിബാന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ കാണ്ഡഹാർ പ്രവിശ്യയുടെ CIAയുടെ പിന്തുണയുള്ള ഒരു യൂണിറ്റ് ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലെ നിരവധി യുഎസ് സർക്കാർ ഏജൻസികൾക്കായാണ് റഹ്മാനുള്ള പ്രവർത്തിച്ചത്. കാണ്ഡഹാറിലെ ഒരു പങ്കാളിത്ത സേനയിലെ അംഗമെന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന് ഏജൻസിയുമായുള്ള ബന്ധം. സംഘർഷഭരിതമായ ഒഴിപ്പിക്കലിന് തൊട്ടു പിന്നാലെ ഇത് അവസാനിക്കുകയും ചെയ്തുവെന്നും ജോൺ റാഡ്ക്ലിഫ് പറഞ്ഞു. വെടിവയ്പ്പിന് പിന്നാലെ മറ്റു സൈനികർ കീഴടക്കിയ റഹ്മാനുള്ള പരിക്കുകളോടെ കസ്റ്റഡിയിലാണ്. ആക്രമണത്തെപ്പറ്റി ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:15 വൈറ്റ് ഹൌസിന് സമീപത്തെ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് റോന്ത് ചുറ്റുകയായിരുന്ന സൈനികർക്കു നേരെയാണ് റഹ്മാനുള്ള വെടിയുതിർത്തത്. പട്രോളിംഗ് ജോലിയിലേക്ക് ഇരുവരെയും നിയോഗിച്ച് 24 മണിക്കൂറിനുള്ളിലാണ് വെടിയേറ്റതെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം 19 രാജ്യങ്ങളിൽ നിന്നും യുഎസിലേക്ക് കുടിയേറിയ വ്യക്തികൾക്ക് നൽകുന്ന ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. എല്ലാ ആശങ്കാജനകമായ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ വിദേശിക്കും വേണ്ടിയുള്ള ഓരോ ഗ്രീൻ കാർഡും പൂർണ്ണതോതിൽ കർശനമായി പുനഃപരിശോധിക്കാൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചതായി യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് മേധാവി ജോസഫ് എഡ്ലോ പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളാണ് പട്ടികയിലുള്ളതെന്ന് BBC ചോദിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഹെയ്തി, ഇറാൻ, സൊമാലിയ, വെനിസ്വേല എന്നിവ ഉൾപ്പെടുന്ന വൈറ്റ് ഹൌസിന്റെ ജൂണിലെ പ്രഖ്യാപനത്തിലേക്ക് ഏജൻസി വിരൽ ചൂണ്ടി. വിദേശ തീവ്രവാദികളിൽ നിന്നും മറ്റ് ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷാ ഭീഷണികൾക്കുമെതിരെ സംരക്ഷണം നൽകുന്നതിനായി വിദേശ പൗരന്മാർ യുഎസിലേക്ക് പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഏജൻസി BBCക്ക് നൽകിയ ജൂണിലെ പ്രഖ്യാപനം. സുരക്ഷാ ആശങ്കകളും ബിസിനസ്, വിദ്യാർത്ഥി, ടൂറിസ്റ്റ് വിസകളുടെ കാലാവധി കഴിഞ്ഞുള്ള താമസ നിരക്കും പട്ടികയിൽ ഇടം നേടാൻ ഒരു രാജ്യത്തെ പ്രേരിപ്പിച്ചതായി ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയുക്ത ആഗോള ഭീകരവാദ ഗ്രൂപ്പായ താലിബാനാണ് അഫ്ഗാനിസ്ഥാനെ നിയന്ത്രിക്കുന്നതെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. പാസ്പോർട്ടുകളോ സിവിൽ രേഖകളോ നൽകുന്നതിന് അഫ്ഗാനിസ്ഥാന് കഴിവുള്ളതോ സഹകരണപരമോ ആയ ഒരു കേന്ദ്ര അതോറിറ്റി ഇല്ല. കൂടാതെ അവർക്ക് ഉചിതമായ സ്ക്രീനിംഗ്, പരിശോധനാ നടപടികളുമില്ല. ഗ്രീൻ കാർഡ് ഉടമകൾ ഈ പരിശോധനയ്ക്ക് വിധേയരാകുന്ന മറ്റു രാജ്യങ്ങൾ ബർമ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോംഗോ, ലിബിയ എന്നിവ ഉൾപ്പെടുന്നു. ബുധനാഴ്ച യുഎസ് സൈനികർക്കെതിരായ ആക്രമണം ട്രംപിൽ നിന്ന് ശക്തമായ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണിയെയാണ് ഈ ആക്രമണം അടിവരയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള നിങ്ങൾ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള 20 ദശലക്ഷം അജ്ഞാതരും പരിശോധനയ്ക്ക് വിധേയരാകാത്തവരുമായ വിദേശികളെ കഴിഞ്ഞ ഭരണകൂടം കടത്തിവിട്ടു. നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നത് ഒരു രാജ്യത്തിനും സഹിക്കാൻ കഴിയില്ല. ഗ്രീൻ കാർഡ് അവലോകനത്തിന് പിന്നിലെ അതേ ഏജൻസിയായ യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കഴിഞ്ഞയാഴ്ച മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ പ്രവേശിക്കപ്പെട്ട എല്ലാ അഭയാർത്ഥികളുടെയും അവലോകനം പ്രഖ്യാപിച്ചു. ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനികളിൽ നിന്നുള്ള എല്ലാ ഇമിഗ്രേഷൻ അഭ്യർത്ഥനകളും പ്രോസസ് ചെയ്യുന്നത് യുഎസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സുരക്ഷാ പരിശോധന പ്രോട്ടോകോളുകൾ അവലോകനം ചെയ്യുന്നതുവരെ തീരുമാനമെടുത്തതായി സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.